നമസ്കാരം. ഞാൻ ബിജു വൈദ്യർ, ഒറ്റശേഖരമംഗലം. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തുരിശി ചുന്നം ഉണ്ടാക്കുന്നതിലോട്ട് പോകുന്ന ഒരു വിധമാണ്. തുരിശി ചുന്നം ചക്രികളാക്കി ഇതിനെ നീറ്റി പുടമിട്ടിട്ടുണ്ട്. പുടമിട്ട് ഇതാണ്ട് നല്ല കെട്ടായിരിക്കുകയാണ്. നല്ലവണ്ണം കെട്ടായത് കുറച്ചിരിക്കുകയാണ്. ആണ് ഇത് എപ്പോഴും നമ്മൾ ചുന്നത്തിലോട്ട് പോകുമ്പോൾ നമ്മളിതിനെ കെട്ടണം. കെട്ടുമറയിലോട്ട് പോയി കെട്ടിയാൽ മാത്രമേ നമുക്ക് ചുന്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ചുന്നം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ള കളറിലെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചുന്നം നമുക്ക് ഈ തുരിശി ചുന്നം നമുക്ക് വെള്ള കളറില്ലാതെ നമുക്ക് നീല കളറിൽ തന്നെ നമുക്ക് എടുക്കാം. അത് ഏത് വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ എടുക്കാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് കാരം കയറ്റേണ്ടതുണ്ട്. ഇതിൽ കാരസാരം കയറി നല്ല ചുണ്ണാമ്പിൻ്റെ സ്വഭാവത്തിലോട്ട് വരും. ഇത് നമ്മൾ മഞ്ഞളിൻ്റെ പൊടിയിലോട്ട് ഇത് ചുണ്ണാകുമ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം മഞ്ഞയ്ക്ക് നല്ല ചോക്കും. ഇത് പിന്നെ പല വിധമുണ്ട്. ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ചുന്നം നമുക്ക് ഉണ്ടാക്കാം. ഈ തുരിശി ചുന്നം ഞാൻ പല രീതിയിലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ സമയം പോലെ തിരക്കാണ്. ഞാനുള്ള തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ഔഷധങ്ങളും മരുന്നുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. ഉള്ള തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ ഇടാം. കേരളത്തിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ ഈ ചുന്നങ്ങളുടെ വീഡിയോകൾ ഒരുപാട് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ നമ്മുടെ മലയാള ഭാഷയിൽ ഈ വരുന്ന പുതിയ തലമുറക്കാർ കൂടെ കുറച്ച് കുഞ്ഞുങ്ങളോട്ട് വലിയ ആൾക്കാർ വരും തലമുറകൾ കൂടെ അറിയട്ടെ എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ചിന്താർമണി ചികിത്സയിൽ ചുന്ന നിർമ്മാണം അത്രയ്ക്ക് നല്ല കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് ഈ ചുന്ന നിർമ്മാണം. ചെറിയ കാര്യങ്ങളൊന്നും അല്ല. ഇത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് ഇതിനെ ശുദ്ധി ചെയ്യണം. നല്ലവണ്ണം ശുദ്ധി ചെയ്ത് നല്ല ഭംഗിയായിട്ട് ശുദ്ധി ചെയ്തിട്ട് ഇതിനെ പുടമിടണം. പുടമിട്ട് പിന്നീട് ഇതിനെ എന്ത് ചെയ്യണം? കെട്ടാക്കണം. കെട്ടായതിനു ശേഷം ഇതിനെ വിശപ്പുണ്ടാക്കണം. ഇത് പശി, തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ പശി ഉണ്ടാക്കുക എന്ന് പറയും. ഇതിനെ വിശപ്പുണ്ടാക്കണം. വിശപ്പുണ്ടായ ശേഷം നമ്മളിത് ഓരോ പ്രാവശ്യവും നമ്മളിതിനെ പുടമിടുമ്പോഴത്തേനും ഇത് നല്ലവണ്ണം നേറി കിട്ടണം. നേറി പിന്നെ ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ പോകുന്നത് ഇതിനെ ചുന്നമാക്കുക. ചുന്നമാക്കുന്നത് പല രീതിയുണ്ട്. ചുന്നം സാധാ രീതിയിലുള്ള ചുന്നമുണ്ട്, കടുങ്കാര ചുന്നമുണ്ട്. കടുങ്കാരം ചുന്നം വരും. അങ്ങനെ പല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട് ഈ ചുന്നം ഉണ്ടാക്കുക. പക്ഷെ ചുന്നം ഈ ചിന്താർമണി ചികിത്സയിൽ നമ്മൾ അല്പം മാത്രമേ ബഹുഗുണസമ്പന്നം എന്ന് പറയുന്ന രീതിയാണ്. ഇത് ശകലം മതി രോഗികൾക്ക് ശരീരത്തിൽ അവരുള്ളിൽ കൊടുക്കുമ്പോഴത്തേനും വേഗം അവരുടെ അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാകും. പക്ഷേ ഒരുപാട് മരുന്നുകൾ നമുക്ക് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മളെ ചിന്താർമണി ചികിത്സകളുടെ മരുന്നുകൾ ശകലം മതി. എങ്കിൽ പോലും ഇതും അങ്ങനെയാണ്. നമുക്ക് ശകലം കൊടുത്താൽ മതി. ഇപ്പം അളവിൽ കൂടുതലൊക്കെ ഈ ചുന്നം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുരിശി ചുന്നമല്ല, ഏത് ചുന്നം നമ്മൾ കൂടുതൽ കൊടുത്താലും വായം കൊള്ളും. വായും കൊള്ളുമൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ കണക്കുണ്ട്. അതിന് പിന്നെ അനുപാനങ്ങളുണ്ട്. ഏതേത് അസുഖത്തിന് ഏതേത് അനുപാനം ചേർത്ത് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. അത്രയും കഷ്ടപ്പാടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഒത്തിരി പണിപ്പെട്ടേ പറ്റൂ. ഇത് പണിപ്പെട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് ശകലം മരുന്ന് കൊണ്ട് നമുക്ക് ഒരുപാട് രോഗികൾക്ക് ഒരുപാട് പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ചുന്നങ്ങളുടെ സ്വഭാവം. ചുന്നം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പായിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചുണ്ണാമ്പായി മാറും ചുന്നം. കാരസാരങ്ങളെല്ലാം അതിലേറി നല്ലവണ്ണം ചുണ്ണാമ്പായി മാറും. അതും നല്ല ഒരു രീതിയാണിത്. ഇത് ഒരു ചിന്താർമണി ചികിത്സയിലെ ഒരു കലയാണ് ഈ സിദ്ധമരുന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഈ മരുന്നുണ്ടാക്കിക്കൊണ്ടതിന് ഇടയ്ക്ക് ഞാൻ ഇതൊരു വീഡിയോ ഇടുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് വീണ്ടും പല വീഡിയോകളും നമുക്ക് കാണാം. തുടർന്ന് എല്ലാവരും കാണുക.